ഞാൻ ചോദിച്ചതിനെക്കുറിച്ച് നീയൊന്നും പറഞ്ഞില്ല. ഞാനിപ്പോൾ എന്ത് പറയാനാ ചേച്ചി? ചാനലുകാരോടും പത്രക്കാരോടും പലതവണ പറഞ്ഞു കഴിഞ്ഞതല്ലേ. നിനക്കുണ്ടായ ദുരിതത്തെപ്പറ്റി പറഞ്ഞ് പേരെടുക്കാനൊന്നുമല്ല. ഇത്രയും വലിയ പ്രതിസന്ധിയിലും പിടിച്ചു നിന്നതിൻ്റെയും മനോധൈര്യം ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണം. 2 വർഷം മുമ്പാണ് ഞാൻ സിബിചേട്ടനെ പരിചയപ്പെടുന്നത്. ഹായ്. ഹലോ, എന്തു പറ്റി രണ്ടാൾക്കും? വീണ്ടും പിണങ്ങിയോ? ഇനി പിണങ്ങിയ കോംപ്രമൈസ് ചെയ്യാൻ എന്നെ കിട്ടില്ല കേട്ടോ. ഏയ്, പിണക്കൊന്നുമില്ല. നിങ്ങളെ നോക്കിയിരുന്ന് ബോറടിച്ചതാ. പറഞ്ഞ പോലെ സെബിൻ ചേട്ടനെ കണ്ടില്ലല്ലോടി. എന്താണ് മോളെ സെബിൻ ചേട്ടനെ കാണാനൊരു തിടുക്കം? ഞങ്ങളുടെ പിണക്കം മാറ്റാനാണെന്നും പറഞ്ഞു വന്നിട്ട് രണ്ടുപേരുടെയും ചുറ്റിക്കളിയൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട കേട്ടോ. നടക്കട്ടെ. പോടി അവിടുന്ന്. ശേ, ഇവനെ വിളിച്ചാലോട്ട് കിട്ടുന്നില്ലല്ലോ. ഇവനോടെ പോയി കിടക്കുവോ? താങ്ക്സ്. അളിയാ, ദേ വന്നല്ലോ. എൻ്റെ പൊന്നളിയ വന്ന വഴിക്ക് വണ്ടി പഞ്ചറായി. പിന്നെ വേറൊരുത്തൻ്റെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് വന്നപ്പോഴത്തേനും അല്പം താമസിച്ചും പോയി. എന്താ പരിപാടി? അതെ, അടിച്ചു പിരിയാൻ വേണ്ടിയിരുന്ന ഞങ്ങളെ കഷ്ടപ്പെട്ട് കോംപ്രമൈസ് ആക്കിയതിന് ട്രീറ്റ് തരാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എൻ്റെ പൊന്നളിയാ, ഇങ്ങനെ പോസ്റ്റ് ആക്കല്ലേ. മതി മതി മതി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. താങ്ക്സ്. റീമ, നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ബന്ധം നിൻ്റെ വീട്ടിലറിയുന്നതിനെക്കുറിച്ച്? പണവും പ്രതാപവും ഒന്നുമില്ലാത്ത എന്നെപ്പോലൊരു കീഴ്ജാതിക്കാരനെ കല്യാണം കഴിക്കാൻ നിൻ്റെ പപ്പയും ചേട്ടനും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ഒരു സമ്മതിച്ചാലും മമ്മി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒളിച്ചോടാൻ തയ്യാറായിക്കോ. എൻ്റെ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പക്ഷേ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ട്. കുറേ പണം ഉണ്ടാക്കണം, നല്ലൊരു വീട് വെക്കണം, പിന്നെ വയസ്സായ ചാച്ചനമ്മയും പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. ഇതിനിടയിൽ എന്നെ മറക്കല്ല കേട്ടോ. ആരടി ഇവൻ? അത് പപ്പ. ഒന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് കണ്ട അലവലാതികളോട് പോകാൻ വേണ്ടിയല്ല. ഇന്നത്തോടെ നിർത്തിക്കോണം എല്ലാം. എന്നിട്ട് ഞാൻ പറയുന്ന കല്യാണത്തിന് സമ്മതിച്ചോണം. അതല്ല കുടുംബത്തിൻ്റെ മാനം കളയാനാണ് ഭാവമെങ്കിൽ തല്ലിക്കൊന്ന് ആറ്റിലെറിയും. നിന്നെയല്ല, അവനെ. ഹലോ, സിവിൻചേട്ടാ പ്രശ്നമായി. നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു. അതെങ്ങനെ വീട്ടിലറിഞ്ഞു?
ഹലോ, ആരാ? എവിടെ? ആര് പറഞ്ഞു? ഹലോ പപ്പ, ഹലോ ഹലോ ജോണി. ആശാന് കോൾ. ഒച്ചമ്പകളൊന്നും വേണ്ട, മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറിക്കോ, വെറുതെ സീനാക്കണ്ട. വിടണവനെ, നിക്കണം. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നിനക്ക് എന്റെ പെങ്ങളെ തന്നെ വേണം അല്ലടാ? നീ എന്താടാ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? പൊന്ന മോനെ, നീയൊക്കെ ഏത് കാട്ടിക്കേറി ഒളിച്ചാലും വന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാടാ ദേ ഇതുപോലുള്ളവന്മാരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത്. പള്ളി കുർബാന നടക്കുമ്പോൾ ഒരുമിച്ച് മുട്ടുകുത്തും, ചിലപ്പോൾ കൈകൂപ്പി സ്തുതിയും തന്നിരിക്കും. അതിന്റെ പേരും പറഞ്ഞ് തറവാട്ടി പറന്ന പെണ്ണുങ്ങളെ വലവീശി പിടിക്കാൻ വന്ന റോട്ടി കിടന്ന് ചാകേണ്ടി വരും കേട്ടോ നായിന്റെ മോനെ. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും, കാരണം നിങ്ങൾക്ക് പണം സ്വാധീനമുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്നേഹം അതിനെ തകർക്കാൻ പറ്റിയല്ല, കാരണം ഞങ്ങൾ പ്രേമിച്ചത് ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല. തല്ലിക്കൊല്ലടാ ഈ നായിന്റെ മോനെ.
നിന്നെ നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. ഹലോ, അതെ എസ് ഐ ആണ്. ഹാ, എൻ്റെ പൊന്നു തോമസ്, ആ പയ്യൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? എവിടെ? എപ്പോ? ശരി ശരി, ഇപ്പോൾ വരാം. സന്തോഷേ, വണ്ടി തരി. ഏത് വൈനാണത് അറിയോ? ഗോചരാന്ന് വേഗം വാ. ഇതവിടെ സാറേ. മാറി നിക്കടാ. കരയരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കരങ്ങി തീർക്കാനുള്ളതായിരിക്കരുത് നിന്റെ ഈ ജന്മം. ജയിച്ചു കാണിക്കണം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിലും. എനിക്ക് തോൽക്കാൻ പറ്റില്ല ചേച്ചി. ഞാൻ മൂലം തകർന്ന ഒരു കുടുംബമുണ്ട്, ഒരുപാട് അനാഥമായ ജീവിതങ്ങളുണ്ട്, പിന്നെ പൂർത്തിയാക്കാനാവാത്ത സിബിജോന്റെ കുറച്ച് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ജീവിച്ചേ പറ്റൂ ചേച്ചി. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. റീമ എങ്ങനെയാ പോകുന്നത്? ചാച്ചൻ വരും. സെബിന്റെ ചാച്ചൻ? അല്ല, എൻ്റെയും കൂടെ ചാച്ചൻ.